गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 10 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ എല്ലാത്തിൻ്റെയും സ്വരൂപം എന്ന നിലയ്ക്ക് പരമേശ്വര തത്വത്തെ ഉപദേശിച്ചു. അതിൻ്റെ പ്രാരംഭം മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹേ ധനഞ്ജയ, എന്നിൽ നിന്ന് അന്യമായി, ഭിന്നമായി അഥവാ ഉപരിയായി ഒന്നും തന്നെയില്ല. എല്ലാം എന്നിൽ കോർക്കപ്പെട്ടവയാണ്. ഞാനാകുന്ന ഉണ്മയിൽ കോർക്കപ്പെട്ടവയാണെല്ലാം. എന്നിട്ടാണ് അത് വിസ്തരിച്ചത് എങ്ങനെയൊക്കെ എന്ന്. അവിടെ 8-ാം ശ്ലോകം തൊട്ട് വിസ്തരണം തുടങ്ങി. ഹേ കൗന്ദേയ, ഞാൻ ജലത്തിൽ രസമാണ്, ചന്ദ്രസൂര്യന്മാരിൽ പ്രഭയാണ്, സർവവേദങ്ങളിലും പ്രണവമാണ്, ആകാശത്തിൽ ശബ്ദമാണ്, പുരുഷരിൽ പൗരുഷമാണ്, പൃഥിവിയിൽ പുണ്യമായ ഗന്ധമാണ്, അഗ്നിയിൽ തേജസ്സാണ്, ജീവനുള്ള എല്ലാത്തിലും ജീവനമാണ്, തപസ്വികളിൽ തപസ്സാണ്, സർവഭൂതങ്ങളുടെയും സനാതനമായ നാശരഹിതമായ ബീജം ഞാനാണെന്ന് നീ മനസ്സിലാക്കൂ. ബുദ്ധിമാന്മാരിൽ ബുദ്ധി ഞാനാകുന്നു, തേജസ്വികളിൽ തേജസ് ഞാനാകുന്നു. ഇത്രയുമാണ് പഠിച്ച ഭാഗം. തുടർന്ന് 11-ാമത്തെ ശ്ലോകം. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. ഹേ ഭരതർഷഭ,
അല്ലയോ ഭരതശ്രേഷ്ഠ, ബലവതാം കാമരാഗവിവർജിതം ബലം ചാഹം. ബലവാന്മാരുടെ കാമരാഗരഹിതമായ ബലം ഞാനാകുന്നു. ഇതുവരെ പറയാത്തൊരു ഭാഷയാണ്. ഇതുവരെ പറഞ്ഞത് എന്താണ്? പൃഥ്വിയിൽ ഗന്ധം ഞാനാണ്, അഗ്നിയിൽ തേജസ് ഞാനാണ്, ജീവികളിൽ ജീവൻ ഞാനാണ്, തപസ്വികളിൽ തപസ് ഞാനാണ്, സർവഭൂതങ്ങളുടെയും സനാതനമായ ബീജം ഞാനാണ്, ബുദ്ധിമാന്മാരിൽ ബുദ്ധി ഞാനാണ്, തേജസ്വികളിൽ തേജസ് ഞാനാണെന്ന് പറയുമ്പോൾ ഒന്നിനെ അതാക്കുന്നത് എന്തോ അതാണ് ഞാൻ. എന്നാൽ ഇവിടെ പറയുന്നതിന് മാറ്റമുണ്ട്. ഇവിടെ ബലം ബലവതാം ചാഹം എന്ന് പറഞ്ഞിട്ടില്ല, ബലവാന്മാരിൽ ബലം ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ബലവാന്മാരുടെ കാമരാഗ വിവർജിതമായ ബലം ഞാനാകുന്നു എന്നാ പറയണത്. ഇത് വാസ്തവത്തിലുള്ള പാരമാർത്ഥികമായ തത്വോപദേശം മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ബലം ബലവതാം ചാഹെന്നാ പറയേണ്ടത്. ഒന്നുകൂടി പറയാം. ഇതുവരെ പറഞ്ഞ രീതിയിലുള്ള കേവല തത്വോപദേശം മാത്രമാണെങ്കിൽ ബലം ബലവതാം ചാഹെന്നാ പറയേണ്ടത്. എന്നാ ഭഗവാൻ ആ ഉപദേശത്തിൽ ധാർമ്മികതയുടെ ഒരു തലം കൂടി ചേർത്തു, ധർമ്മത്തിൻ്റെ തലം ചേർത്തു. എന്താണത്? കാമരാഗ വിവർജിതം ബലം എന്ന്. കാമരാഗ വിവർജിതമായ ബലം. ഇത് വളരെ ശ്രദ്ധേയമായൊരു ഉപദേശമാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ ഉപദേശങ്ങളിൽ നിന്നുള്ള ഒരു 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 വ്യതിചലനമാണ്. കഴിഞ്ഞ ഉപദേശങ്ങളിലൊക്കെ തന്നെ ഓരോന്നിനെയും അതാക്കി തീർക്കുന്നത് ഞാനാണെന്നാ പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാൽ രസോഹമപ്സു കൗന്ദേയ. അപ്പൊ ജലത്തെ ജലമാക്കുന്നത് രസമാണ്. അപ്പൊ രസഭൂതേ മയി ജലം പ്രോതം. രസഭൂതമായ എന്നിൽ ജലം പ്രോതമാണ്. പ്രഭാസ്മി ശശി സൂര്യയോഹോ എന്ന് പറയുമ്പോൾ ശശിയെയും സൂര്യനെയും അതാക്കി തീർക്കുന്നത് പ്രഭയാണ്. ആ പ്രഭ ഞാനാണെന്ന് പറഞ്ഞാൽ പ്രഭയാകുന്ന എന്നിൽ ശശി സൂര്യന്മാർ കോർക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പറയാം. ഒരു വിശേഷണവും പറഞ്ഞിട്ടില്ല. സർവഭൂതാനാം ബീജം എന്ന് പറഞ്ഞിടത്തൊരു വിശേഷണം പറഞ്ഞു, സനാതനം. പക്ഷെ അത് നാശരഹിതമായ എന്ന് കാണിക്കാനാ. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഈ 11-ാം ശ്ലോകത്തിൻ്റെ ഉപദേശം. കാരണം കേവല തത്വോപദേശം മാത്രമായിരുന്നെങ്കിൽ ബലം ബലവതാം ചാഹം എന്നാണ് പറയേണ്ടത്. ബലവാന്മാരുടെ ബലം ഞാനാകുന്നു. ബലമാകുന്ന എന്നിൽ ബലവാന്മാർ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറയേണ്ടത്. അവിടെയാണ് ഗീത വേദാന്ത സാരോപദേശം ആണ്, അതേ സമയത്ത് ധർമ്മോപദേശവുമാണ്. തുടക്കത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്, ഒരു ധർമ്മഗ്രന്ഥമായിട്ടല്ല ഗീതയെ കാണേണ്ടത്. ഗീത അധ്യാത്മ സാരോപദേശമാണ്, വേദാന്ത സാരമാണ്. എന്നാൽ കേവലം വേദാന്ത സാരം മാത്രമല്ല, അതിൽ ധർമ്മത്തിൻ്റെ തലം സമന്വയിപ്പിക്കുന്നുണ്ട്. ആ സമന്വയിപ്പിക്കുന്ന ഭാഷയാണിത്. കാമരാഗ വിവർജിതം ബലം അഹം. എല്ലാ ബലവും ഞാനാണെന്ന് പറയണ്ട, കാമരാഗ വിവർജിതമായ ബലമാണ് ഞാൻ. ഇത് ഒരു ധാർമ്മികമായ കാഴ്ചപ്പാട് നമുക്ക് തരുന്നതാണ്. കേവല തത്വോപദേശം അല്ല ഇത്.
കേവല തത്വോപദേശം ഇത്രയേ പറയാൻ പാടുള്ളൂ. ബലം ബലവതാം ചാഹം, ബലവാന്മാരിൽ ബലം ഞാനാകുന്നു, കഴിഞ്ഞു. അത്രേ പറയാൻ പാടുള്ളൂ. എന്നാൽ അവിടെ ധാർമ്മികമായ തലത്തെ ചേർത്തിരിക്കുകയാണ് കാമരാഗ വിവർജിതം. കാമരാഗരഹിതമായ ബലമാണ് ഞാൻ. എല്ലാ ബലവും ഈശ്വരീയമാണെന്ന് പറയേണ്ടതില്ല. ഇത് ഉയർന്ന തലത്തിൽ വിചാരത്തിന് വിധേയമാക്കുമ്പോൾ നമ്മൾ തന്നെ തള്ളിക്കളയും കേട്ടോ. അതെ, നമ്മൾ തന്നെ ഇപ്പോൾ പാരമാർത്ഥികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ നല്ലത് ചീത്ത, ധർമ്മം അധർമ്മം ഇതൊന്നും നിലനിൽക്കില്ല. നൈവ ധർമ്മീ നചാധർമ്മി നചൈവ ഹി ശുഭാശുഭി എന്നുള്ളതാണ് പാരമാർത്ഥികമായ തലം. അവിടെ നമ്മൾ തസ്കരാണാം പതയേ നമ, ചോരാണാം പതയേ നമ, സ്തേനാനാം പതയേ നമ എന്നൊക്കെ നമസ്കരിക്കും. കൊള്ളക്കാരുടെ നാഥൻ നമസ്കാരം, കള്ളന്മാരുടെ നാഥനെ നിനക്ക് നമസ്കാരം, പിടിച്ചുപറിക്കാരുടെ നാഥനെ നിനക്ക് നമസ്കാരം. അപ്പം അതും ഇതൊരു വിരുദ്ധത ഉണ്ട്, അഥവാ ഭിന്നതയുണ്ട്. വിരുദ്ധത എന്ന് പറയേണ്ട, ഭിന്നതയുണ്ട്. രണ്ടും രണ്ട് തലമാണ്. കാരണം മനുഷ്യന്റെ വ്യക്തിപരമായ കാമരാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബലം പലപ്പോഴും ധർമ്മവ്യവസ്ഥയെ തകർക്കുന്നതായിരിക്കും. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ആ ആഗ്രഹം രണ്ട് രീതിയിലാവാം. ഒന്ന് കാമം, ഒന്ന് രാഗം. കാമം എന്ന് പറഞ്ഞാൽ അപ്രാപ്തമായ വസ്തുവെ സുഖഹേതുവിന് ആഗ്രഹിക്കുന്നതാണ് കാമം. അപ്രാപ്തമായ വസ്തുവെ സുഖത്തിനായിക്കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ അത് കാമമാണ്. പ്രാപ്തമായ വസ്തുവെ ഇത് സുഖകരമാകും എന്ന ചിന്തയോടുകൂടി ചേർത്ത് വെക്കുന്നത് രാഗമാണ്. ഇപ്പൊ കാമരാഗങ്ങൾ രണ്ടും തീർത്തും വൈയക്തികമായ സുഖത്തിനായിക്കൊണ്ടാണ്. വൈയക്തികമായ സുഖത്തിന് മാത്രം യാതൊരു ബലം ഉപയോഗിക്കുന്നുണ്ടോ അത് മൊത്തം ധർമ്മവ്യവസ്ഥയെ താറുമാറാക്കുന്നതാവാം. കാരണം ധർമ്മവ്യവസ്ഥ പുലരുന്നത് ഞാൻ സുഖിക്കുന്നതോടൊപ്പം ഈ ലോകത്തിനും സുഖമുണ്ടാവണം എന്ന കാഴ്ചപ്പാടിലാണ്. ഞാൻ സന്തോഷമായി ഇരിക്കുന്നതോടൊപ്പം എൻ്റെ സഹജീവികൾക്കും സന്തോഷമുണ്ടാവണം എന്നുള്ളിടത്താണ്. സഹജീവികൾ എന്ന് പറഞ്ഞാൽ കേവലം മനുഷ്യന്മാരല്ല കേട്ടോ, എല്ലാവരും. ഒരു പുൽക്കൊടി പോലും അതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലാണ് ധർമ്മവ്യവസ്ഥ പുലരുന്നത്. അവിടെ വൈയക്തികമായ കാമം മാത്രം ഇച്ഛിക്കപ്പെടുമ്പോൾ ധർമ്മവ്യവസ്ഥ താറുമാറാകും. അതുകൊണ്ടാണ് ബലവാന്മാരുടെ ബലം ഞാനാകുന്നു എന്ന് പറയുന്നിടത്ത് ഭഗവാൻ വിശേഷണം കൊടുത്തിട്ടുള്ളത് കാമരാഗരഹിതമായ. ഇത് തീർത്തും ധർമ്മത്തിന്റെ തലത്തിലാണ്. ഇപ്പൊ രാവണൻ മഹാബലശാലിയാണ്. മഹാബലശാലി എന്ന് പറഞ്ഞാൽ മഹാബലശാലിയാണ് രാവണൻ. പക്ഷെ രാവണന്റെ ബലം കാമരാഗങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കപ്പെട്ടത്. കാമരാഗങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞത്. ജന്തുക്കൾക്ക് സഹജമായി കാമരാഗങ്ങൾ ഉണ്ടാവും. പക്ഷെ കാമരാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബലം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ധർമ്മവ്യവസ്ഥയെ തകർക്കുന്നതായിരിക്കും. ഇത് ശ്രദ്ധേയമാണ് ഈ ഉപദേശം. ഇപ്പൊ വ്യക്തിയുടെ ബലമായാലും സമാജത്തിന്റെ ബലമായാലും ഒക്കെ തന്നെ
രാഷ്ട്രങ്ങളുടെ ബലം, അതൊക്കെ തന്നെ കാമരാഗ യുക്തമാകുമ്പോൾ അത് ധർമ്മവ്യവസ്ഥയ്ക്ക് താറുമാറാകും. പരസ്പര സഹകരണത്തോടെ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവട്ടെ എന്ന സങ്കല്പത്തോടെ നമ്മൾ ബലം വിനിയോഗിക്കുമ്പോൾ അത് മൊത്തം ഉയർച്ചയ്ക്ക് ഹേതുവാകും. ഏതെങ്കിലും വ്യക്തിക്കോ സമാജത്തിനോ അമിത ബലമായി ഇനി മറ്റാരും വേണ്ടതില്ല എന്ന് ചിന്തിച്ചാൽ അത് നാശത്തിന് വഴിയൊരുക്കും. ചിലപ്പോൾ അങ്ങനെ മൂഢത്തരങ്ങൾ നമുക്ക് തന്നെ തോന്നിയെന്ന് വരും ഓരോരുത്തർക്കും. ആ തോന്നലാണ് രാവണനെ രാവണനാക്കിയത്, അല്ലെങ്കിൽ കംസനെ കംസനാക്കിയത്. അവരാരും വിവരമില്ലാത്തവരല്ല. ഒരു വേള രാമനേക്കാൾ രാവണനായിരിക്കാം കൂടുതൽ അറിവ്. രാമൻ അത്രയ്ക്കൊന്നും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമനൊരു പ്രാഥമികമായിട്ടൊക്കെ പഠിച്ചിട്ട് പിന്നെ ബാക്കി ധനുർവേദമാണ് കൂടുതൽ പഠിച്ചത്. രാവണനതല്ല. രാവണൻ സാമവേദം പഠിച്ച മാത്രമല്ല, മഹർഷിയുടെ പൗത്രനല്ലേ. മഹർഷിയുടെ പൗത്രനായ ബ്രാഹ്മണോത്തമനല്ലേ രാവണൻ. ഉത്തമ ബ്രാഹ്മണനാണ്. അത് ചിന്തിക്കുക. മഹർഷിയുടെ പൗത്രൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കഥ? പുലഹന്റെ പൗത്രനാണ്. പക്ഷേ അറിവ് തലതിരിഞ്ഞു പോയി. അറിവ് തലതിരിഞ്ഞാൽ സാക്ഷരൻ രാക്ഷസനാവും അല്ലേ? അക്ഷരം തിരിച്ചിട്ടാൽ സാക്ഷരൻ എന്നുള്ള രാക്ഷസനാവും. അതുകൊണ്ട് കാമരാഗങ്ങൾക്ക് വേണ്ടിയാണ് ബലം ഉപയോഗിച്ചത്. അത് നാശത്തിനായി തീരും. ഇന്ന് ലോകത്തിന്റെ സ്ഥിതി അതാണ്. ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വാക്യമാണ്. കാരണം തൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തിന് വേണ്ടി ആയുധ കച്ചവടം മാത്രം ചെയ്ത് അത് വിജയിപ്പിക്കാൻ വേണ്ടി തമ്മു തല്ലിച്ച് യുദ്ധങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ കാമരാഗയുക്തമായി മാത്രം ബലത്തെ വിനിയോഗിക്കുന്നതാണ് നമ്മളേറെ കാണുന്നത്. ആ കൂട്ടത്തിൽ പിന്നോക്കം പോകരുത് എന്നുള്ളതുകൊണ്ട് നമ്മളും ഉണ്ട് മുന്നിൽ. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പം യാത്ര ചെയ്ത് ഒപ്പിട്ടതൊക്കെ ആയുധ കരാറാ. ആയുധം വിൽക്കാനുള്ള കരാറാണ്. ആകെ മാറ്റമുള്ളത് പണ്ട് ആയുധം വാങ്ങാനുള്ള കരാറായിരുന്നു, ഇപ്പോൾ ആയുധം വിൽക്കാനുള്ള കരാറാണ്. അവിടത്തേക്ക് ഭാരതം ഉയർന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഉയർച്ച വാസ്തവത്തിൽ ഇത് തന്നെയാണ് സംഭവം. മറ്റുള്ളവർ തമ്മിൽ തല്ലിച്ചിട്ട് ചില്ലാനുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുക. അല്ലാണ്ടത് ഇപ്പൊ ധർമ്മവ്യവസ്ഥയ്ക്കുള്ളിലേ നമ്മുടെ ബലം പാടുള്ളൂ. ഇത് ചിന്തിക്കുക. വ്യക്തിക്കായാലും സമാജത്തിനായാലും രാഷ്ട്രത്തിനായാലും ഒക്കെ തന്നെ ധർമ്മവ്യവസ്ഥയ്ക്കുള്ളിലല്ലാതെ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അത് ആത്മനാശമായി തീരും, സമാജനാശകരമായി തീരും. ബലം വേണ്ടെന്ന് ഇവിടെ അഭിപ്രായമില്ല, ബലം വേണം. അപ്പം ഈ ഒരു ധാർമ്മിക തലം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് കാമരാഗ വിവർജിതം എന്ന് പറഞ്ഞതിലൂടെ. അതുപോലെ തുടർന്നും പറയാണ്, ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഹേ ഭരതർഷഭ, അല്ലയോ ഭരതകുല ശ്രേഷ്ഠ, ഭൂതേഷു കാമഃ അസ്മി അഹം. ഭൂതങ്ങളിൽ ഞാൻ കാമമാകുന്നു. ആഗ്രഹം. എല്ലാ ഭൂതങ്ങളുടെയും നിലനിൽപ്പും വംശവർധനയും ഒക്കെ തന്നെ കാമം കൊണ്ടാണ് സാധിക്കുന്നത്. കാമം വേണ്ട എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. കാമം വേണം. കാമമാണ് ഓരോ ഭൂതത്തെയും നിലനിർത്തുന്നത്, വംശവൃദ്ധികരമാകുന്നത്.
ഏത് സമൂഹത്തിൻ്റെയും മുന്നോട്ടുള്ള ഗതി കാമം കൊണ്ടാണ്. അല്ലേ? ശരിയല്ലേ? അത് ഉറുമ്പായാലും തേനീച്ചയായാലും മനുഷ്യനായാലും പൂച്ചയായാലും പട്ടിയായാലും ഒക്കെ തന്നെ കാമം അനിവാര്യമാണ്. കാമം കൂടാതെ നിലനിൽക്കാൻ പറ്റില്ല. എന്നാൽ ആ കാമം ധർമ്മവിരുദ്ധമാകുമ്പോഴോ അനർത്ഥകരമാകും. അപ്പൊ പ്രപഞ്ച താളത്തിന് വിരുദ്ധമാകുമ്പോൾ, ഒരു വ്യക്തിയിലേക്കുള്ള കടന്നുകയറ്റം, ഉദാഹരണം, വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റത്തിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തം ബലാത്സംഗമാണ്. ബലാത്സംഗം വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അത് ധർമ്മവിരുദ്ധമാണ്. ബലശാലി ദുർബലനെ അടിച്ചു വീഴ്ത്തുന്നു. അത് വ്യക്തിത്വത്തിലേക്ക് കടന്നുകയറ്റമാണ്. അതേ സമയത്ത് ബലശാലി അല്ലാത്തവൻ തെറ്റ് ചെയ്തു, എന്നിട്ട് ബലശാലി ചെയ്തതാണ്, അതിനെ നമ്മൾ ഇടപെടുന്നില്ല. അത് ഓരോ രാജ്യത്തിലും കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് നമുക്കതിൽ ഇടപെടാൻ പറ്റില്ല. അത് അധാർമികമെന്ന് മുദ്ര കുത്താൻ പറ്റില്ല. അവൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഫലമായിട്ടാണ് അവന് തല്ലു കൊണ്ടുവച്ചാൽ കൊണ്ടോന്ന് പറയുക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അല്ല, തല്ലിയത് മോശമായി എന്ന് പറയാൻ പറ്റുമോ? എന്താ അഭിപ്രായം? വിഷമാണ്. പക്ഷേ ബലശാലിയുടെ ദുർബലന്റെ മുകളിലേക്കുള്ള കടന്നുകയറ്റം അത് അനുവദിക്കാൻ പറ്റില്ല. ചിന്തിക്കേണ്ടതാണ്. അപ്പോ ഭൂതേഷു കാമഹ അസ്മി, ഭൂതങ്ങളിൽ ഞാൻ കാമമാണ്, ആഗ്രഹമാണ്. കാമം പ്രഥമ പുരുഷാർത്ഥമാണ്. പലപ്പോഴും ഈ വേദാന്തം അല്പം അവിടുന്ന് ഇവിടുന്ന് പഠിച്ചിട്ട് കാമം പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് എന്താണ് കാമം എന്നുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് കാമമാണ്. കാമമില്ലേ? കാമമില്ലാണ്ട് എങ്ങനെ വെള്ളം കുടിക്കുക? ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇരയ്ക്കും ഇണയ്ക്കുമായി കൊണ്ടുള്ള ആഗ്രഹങ്ങൾ അത് വികസിതമായി വരും. അവിടെ ക്രമേണ അർത്ഥം കലരും, ക്രമേണ ധർമ്മം കലരും. പക്ഷെ പ്രഥമമായിട്ട് നിൽക്കുന്നത് കാമമാണ്. പുരുഷാർത്ഥങ്ങളിൽ മനുഷ്യന്റെ തലത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ പുരുഷാർത്ഥം ധർമ്മമാണെന്നുള്ളതിൽ സന്ദേഹമൊന്നുമില്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ ക്രമം പറയേണ്ടത്. എന്നാൽ മനുഷ്യൻ എന്നുള്ള തലത്തിലല്ലാതെ ജീവികളിൽ പുരുഷാർത്ഥം പ്രകടമാകുന്നത് നമ്മൾ പരിഗണിക്കുമ്പോൾ ആദ്യം കാമമാണ് വരുന്നത്. കാമം കഴിഞ്ഞിട്ട് അർത്ഥം, അർത്ഥം കഴിഞ്ഞിട്ടാണ് ധർമ്മം വരുന്നത്. അല്ലേ? നോക്കിക്കോളൂ. ആദ്യം കാമമാണ്. കാരണം ഇരയ്ക്കും ഇണയ്ക്കുമുള്ള ആഗ്രഹം ജന്തു സഹജമാണ്, എല്ലാ ജന്തുക്കളിലും ഉണ്ട്. അവിടെ ധർമ്മമൊന്നുമില്ല. ഞാൻ നിലനിൽക്കുന്നതോടൊപ്പം എൻ്റെ എൻ്റെ ഇണ കൂടി നിലനിൽക്കണം എന്നുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഇല്ല. പ്രാഥമിക തലത്തിൽ ഇല്ല. പിന്നെയല്ലേ ബാക്കിയുള്ളവർ നിലനിൽക്കണം എന്നുള്ളത്. ഞാൻ നിലനിൽക്കുന്നതോടൊപ്പം എൻ്റെ അച്ഛൻ നിലനിൽക്കണം, അമ്മ നിലനിൽക്കണം, ഒന്നുമില്ല. കാമം മാത്രമേ ഉള്ളൂ ആദ്യം, ഇരയ്ക്കും ഇണയ്ക്കുമായിക്കൊണ്ടുള്ള ആഗ്രഹം. പക്ഷെ ക്രമേണയാണ് ഈ കാമത്തെ നിലനിർത്താൻ വേണ്ടി അർത്ഥം എന്നുള്ള ചിന്ത വരുന്നത്. ധനം വേണം, ധനസ്വരൂപണം വേണം. അപ്പോൾ ധനം സ്വരൂപിക്കാൻ തുടങ്ങും. ഏറ്റവും അധികം ധനം സ്വരൂപിക്കുന്നത് ഒരു പക്ഷേ ആരായിരിക്കാം? തേനീച്ചയായിരിക്കാൻ തോന്നുന്നു. തേനീച്ച, ഉറുമ്പ്, വേറെ എന്തൊക്കെ ജന്തുക്കളുണ്ട് നമുക്കറിയില്ല.
നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. കാരണം ഓരോ ജന്തുവിൻ്റെയും ജീവിതശൈലി നമുക്കറിയില്ല. കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സാധാരണ സ്ഥൂലമായി ലോകത്ത് പറഞ്ഞാൽ ഏറ്റവും സമ്പാദ്യശീലമുള്ളവർ ഇവരൊക്കെയാണ്. തേനീച്ച, ഉറുമ്പ്. അത് കഴിയുമ്പോഴത്തേക്ക് ധർമ്മം എന്നുള്ളത് വരും. ഞാൻ കഴിയുന്നതോടൊപ്പം, ഞാൻ പുലരുന്നതോടൊപ്പം എൻ്റെ അവിടെയും വലിയ പ്രശ്നമുണ്ട്. ഈ ധർമ്മം ചിന്തിക്കുന്നിടത്തും പ്രകൃതിയുടെ വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒന്നൊന്നും അല്ല. ഞാൻ പുലരുന്നതോടൊപ്പം എൻ്റെ കൂട്ടാളി കൂടി പുലരണം എന്നുള്ളത് മാത്രമല്ല ധർമ്മസങ്കല്പം. ആണോ? അല്ല. ത്യജേദേകം കുലസ്യാർത്ഥ എന്നുണ്ട്. ഒരു സമൂഹത്തിന് വേണ്ടി ഒരാളെ ഉപേക്ഷിക്കണം. അതുകൊണ്ട് മിക്ക വർഗങ്ങളിൽപ്പെട്ട എട്ടുകാലികളും, ചിലന്തിയല്ല, ചിലന്തി നമ്മൾ ചെറിയതിനെയാണ് പറയുന്നത്, എട്ടുകാലികൾ ഇണചേർന്ന് കഴിഞ്ഞാൽ ഉടനെ ആണിനെ കൊല്ലും. ഇണചേർന്ന് കഴിയൽ അവൻ്റെ ജീവിതകാലം അത്രയേ ഉള്ളൂ. നമ്മൾ ചുമരുമ്പലൊക്കെ തൂങ്ങിക്കിടക്കുന്ന കാണാം ഓരോന്ന് ഇങ്ങനെ 4-8 കാലും പൊള്ള ദേഹമായിട്ട്. എന്താ പറ്റിയത്? മുഴുവൻ പത്നി ശാപ്പിട്ടതാ. കാരണം അതിൻ്റെ സന്താനവൃദ്ധിക്ക് ഇത് അത്യാവശ്യമാണ്. അതിനെ സന്താനം വളർത്താൻ വേണ്ടി ഊർജം ഈ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിനേക്കാൾ കൂടുതലുണ്ട് ഭീകരൻ. ഇത് കുറച്ചും കൂടി ഒരു രക്ഷപ്പെടാൻ കുറച്ചൊരു സാധ്യത ആണിനുണ്ട്. കുറച്ചൊരു സാധ്യത എട്ടുകാലിക്ക് ആണിന് രക്ഷപ്പെടാനുണ്ട്. ചിലപ്പോൾ ഓടിക്കളയും, ചിലപ്പോൾ. എന്നാൽ രക്ഷപ്പെടാൻ ഒട്ടും സാധ്യതയില്ലാത്ത ജന്തുക്കളുണ്ട്. നമ്മൾ ഈ ധാരാളം കാണാറുണ്ട്. നമ്മൾ പച്ച നിറത്തിൽ ഇങ്ങനെ കൈകൊണ്ട് തൊഴുന്നത് പോലെ ആക്കുന്ന ജന്തു. അവനല്ല അവള് പ്രേമിച്ചങ്ങ് കെട്ടി വരിഞ്ഞു കളിയും ആണിനെ. ആണ് പാവം പ്രേമാന്ന് വിചാരിച്ചിട്ട് നിന്നു കൊടുക്കും. ആദ്യം തിന്ന തലയാണ്. ആദ്യം തല തിന്നും. തല തിന്നു കഴിഞ്ഞൊരു 10 മിനിറ്റ് കൊണ്ട് മുഴുവൻ തിന്നു കഴിയും. മുഴുവൻ കയറി വന്നാൽ കാമണിക്കൂർ. അതിന് അത്ഭുതകരമായ വിഷയങ്ങളുണ്ട്. ഈ തല തിന്നാൽ പോലും അതിൻ്റെ സന്താനോൽപാദന പ്രക്രിയ നടക്കും. ഇണ ചേർന്ന അവസ്ഥയിൽ തല പെണ്ണ് തിന്നാലും ബീജസങ്കലനം നടക്കും. പെണ്ണിനത് മതി. അത്ഭുതമാണ്. അപ്പം അത് ധർമ്മവിരുദ്ധം എന്നാരും മുദ്ര കുത്തിയേക്കരുത്. അതാണ് ധർമ്മം. അതാണ് അതിൻ്റെ ധർമ്മം. കാരണം അതുണ്ടെങ്കിലേ അവരുടെ ലക്ഷക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ ഉണ്ടാവും. 1000-കണക്കിന് മുട്ട ഇട്ട് കഴിഞ്ഞാൽ 100 കണക്കിനെ ജീവിക്കൂ. 100 കണക്കിന് വന്നു കഴിഞ്ഞാൽ ഏതാനും 10-20 വളരൂ. ബാക്കിയൊക്കെ ചത്തുപോകും. കാരണം മറ്റു ജന്തുക്കളില്ലേ കൊല്ലാൻ. അതിന് ഇവനെ കൊല്ലണം, ഇവനെ തിന്നണം. പൊതുവെ ജന്തുലോകത്തിൽ അങ്ങനെയാണ്. ആണിനെ വകവരുത്തുകയാണ് മിക്കവാറും പെണ്ണുങ്ങൾ ചെയ്യുന്നത്. അത് തമാശ പറയാന്ന് വിചാരിക്കരുത്. തമാശയാന്ന് വിചാരിക്കുന്നത്. നമ്മൾ നോക്കണം, പഠിച്ചു നോക്കണം. ശക്തി സ്വരൂപിണി. അതെ, ഇത് ചുറ്റി വരിഞ്ഞ് ശക്തി സ്വരൂപിണി തന്നെയാ. അവൻ വലിയ പ്രേമാന്ന് വിചാരിച്ച് നിന്നു കൊടുക്കും പാവം, കെട്ടി വരിഞ്ഞ് ഉമ്മ വയ്ക്കുമ്പോൾ. ഇതുപോലെ പല ജീവികളുണ്ട്. ചിക്കാട എന്നുള്ള പ്രാണി ഒറ്റ പ്രാവശ്യം അണചേരുമ്പോഴത്തേക്ക് അവൻ്റെ ശക്തി മുഴുവൻ പോകും. അങ്ങനെ ചത്തു വീഴും. അത് പെണ്ണ് തിന്നുന്നൊന്നുമില്ല, അതോടുകൂടി ചത്തു വീണു. ഒറ്റ പ്രാവശ്യം അണചേരുള്ളൂ. ഇങ്ങനെ എന്തൊക്കെ. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ധർമ്മം എന്നുള്ളത് ആപേക്ഷികമാണ്. അത് ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനേക്കാൾ പ്രധാനം ഒരു സമാജത്തിൻ്റെ നിലനിൽപ്പാണ്. ഇത് കണ്ടറിഞ്ഞിട്ടാണ് ത്യജേദേകം കുലസ്യാർത്ഥേ, കുലത്തിന് വേണ്ടി ഒരുവനെ ഉപേക്ഷിക്കണം. ഈ എട്ടുകാലിൻ്റെ വിഷയത്തിൽ ഒന്നുമില്ലെങ്കിൽ ദേഹം തൂങ്ങിക്കിടക്കും പാവം.
പക്ഷെ ഈ മറ്റേ സാധനം ദേഹത്തിൽ ഒരു അംശം പോലും ബാക്കി വെക്കില്ല, മുഴുവൻ ശപ്പെടും. മുഴുവൻ ശപ്പെടും, അതിൻ്റെ ചിറകും കാലും എല്ലാം ശപ്പെടും. പഠിച്ചു നോക്കുക അതിനെക്കുറിച്ച്. നല്ല രസകരമായ പഠനമാണ് ഈ മേഖല. നമ്മളതിൽ പെടാതിരുന്നാൽ നല്ലതാ അല്ലേ? എന്തായാലും ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് അവിരുദ്ധമായ കാമം ഞാനാകുന്നു. കാമം എപ്പോ ധർമ്മവിരുദ്ധമാകുന്നുവോ, ധർമ്മവിരുദ്ധമാകുന്നത് എപ്പോഴാന്ന് ആരും അങ്ങ് പറഞ്ഞേക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കണക്കാക്കുന്ന ചെറിയൊന്നല്ല ധർമ്മം. അത് ആപേക്ഷികമാണ്, ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. പക്ഷെ ഒന്ന് പറയാം, ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ താളം ധർമ്മമാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഒന്ന് പറഞ്ഞത്, മറ്റൊരു വ്യക്തിയിലേക്കുള്ള വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റം അധർമ്മമാണ്. അല്ലാതെ ഇന്നതൊക്കെ ധർമ്മമാണ് ഇന്നതൊക്കെ അധർമ്മം നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ എൻ്റെ കാഴ്ചപ്പാടും നിങ്ങളെ കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കാം. അതിനെ തെറ്റെന്നോ ഇതിനെ ശരിയെന്നോ പറയാൻ ഞാനില്ല. മനസ്സിലായില്ല? എന്ത്? അതെ, ധർമ്മസങ്കടം, ഒരാളുടെ ധർമ്മസങ്കടം വേറൊരാൾക്ക് ധർമ്മസങ്കടമായിട്ട് തോന്നില്ല. സ്വാമി, എൻ്റെ പത്നി വേറൊരാളുടെ കൂടെ പോയി, സന്തോഷം, അതിനെന്താ കുഴപ്പം? അവൾക്ക് അതാണ് സുഖമെങ്കിൽ അതിന് നിനക്കെന്താ കുഴപ്പം? അയ്യോ സ്വാമി, അധർമ്മമാണ് നിന്റെ ദൃഷ്ടിയിൽ. എനിക്ക് തോന്നണില്ല, എനിക്ക് തോന്നണ്ടേ? നമ്മൾ കാഴ്ചപ്പാട് ഭിന്നമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ അംഗീകരിച്ചോളണമെന്നില്ല, നിങ്ങളെ കാഴ്ചപ്പാട് ഞാൻ അംഗീകരിച്ചോളണമെന്നില്ല. പക്ഷേ കടന്നു കയറ്റം ശരിയല്ല. ദുർബലനിലേക്കുള്ള പ്രബലന്റെ കടന്നുകയറ്റം തെറ്റാണ്, അത് താളം തെറ്റി. അതും ശരിയാണെന്ന് ആരെങ്കിലും പറയാന്ന് വെച്ചാൽ ശരി, ആയിക്കോട്ടെ, വിരോധമില്ല. അതുകൊണ്ട് അപേക്ഷിക എന്ന് പറഞ്ഞു. ശരി, എന്താ വലിയ ചർച്ചാ വിഷയമാണത്, വലിയ ചർച്ചാ വിഷയമാണ്. ബലം സാമർഥ്യം ഓജഃ ബലവതാം അഹം തദ് ബലം ച കാമരാഗ വിവർജിതം. കാമഃ ച രാഗഃ ച കാമരാഗൗ കാമഃ തൃഷ്ണ അസന്നികൃഷ്ടേഷു വിഷയേഷു രാഗഃ രഞ്ജന പ്രാപ്തേഷു വിഷയേഷു താഭ്യാം വിവർജിതം ദേഹാദിധാരണമാത്രാർത്ഥം ബലം അഹം അസ്മി നതു യത് സംസാരിണാം തൃഷ്ണാരാഗകാരണം. കിഞ്ച ധർമാവിരുദ്ധഃ ധർമ്മേണ ശാസ്ത്രാർത്ഥേന അവിരുദ്ധഃ യഃ പ്രാണിഷു ഭൂതേഷു കാമഃ യഥാ ദേഹധാരണമാത്രാദ്യർത്ഥഃ അശനപാനാദി വിഷയഃ കാമഃ അസ്മി ഹേ ഭരതർഷഭ. ബലം സാമർഥ്യം ഓജഃ ബലവതാം അഹം തദ് ബലം ച കാമരാഗ വിവർജിതം. കാമഃ ച രാഗഃ ച കാമരാഗൗ കാമഃ തൃഷ്ണ അസന്നികൃഷ്ടേഷു വിഷയേഷു രാഗഃ രഞ്ജന പ്രാപ്തേഷു വിഷയേഷു താഭ്യാം വിവർജിതം ദേഹാദിധാരണമാത്രാർത്ഥം ബലം അഹമസ്മി നതു യത് സംസാരിണാം തൃഷ്ണാരാഗകാരണം. കിഞ്ച ധർമാവിരുദ്ധഃ ധർമ്മേണ ശാസ്ത്രാർത്ഥേന അവിരുദ്ധഃ യഃ പ്രാണിഷു ഭൂതേഷു കാമഃ
യഥാ ദേഹധാരണമാത്രാദ്യർത്ഥഃ അശനപാനാദി അല്ല, അങ്ങനെയല്ല, അശനപാനാദി വിഷയഃ കാമഃ അസ്മി ഹേ ഭരതർഷഭ. ഈ പുസ്തകത്തിൽ അശനപാനാദി കഴിഞ്ഞിട്ട് ദൂരം വിട്ടിട്ടാണ് വിഷയ ഉള്ളത്. അത് ചേർക്കണം. അശനപാനാദി വിഷയ എന്ന് ഒന്നിച്ചാക്കണം. അപ്പൊ ബലം, സാമർഥ്യം, ഓജഹ, ഓജസ്, ബലം. ഓജസ് സാധാരണ ബലം തന്നെ, നമുക്ക് സാധാരണ നമ്മൾ പറയാറുള്ളതാണ് ബലം. ബലവതാം, ഓജസ്വികളുടെ ഓജസ് ഞാനാകുന്നു, ബലവാന്മാരുടെ ബലം ഞാനാകുന്നു. തച്ച ബലം കാമരാഗ വിവർജിതെന്ന് കൂട്ടിച്ചേർത്തു. കാമരാഗ വിവർജിതമായത്. കാമരാഗങ്ങൾക്ക് വേണ്ടി ബലവാന്മാർ ഉപയോഗിക്കുന്ന ബലം അത് ഭഗവത് വിഭൂതിയല്ല. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ഭഗവാൻ അവതരിക്കും, പ്രവർത്തിക്കും. കാമഹാച രാഗഹാച കാമരാഗൗ. കാമവും രാഗവുമാണ് കാമരാഗങ്ങൾ. കാമം എന്താണ്? കാമഹ തൃഷ്ണ അസന്നികൃഷ്ടേഷു വിഷയേഷു. അസന്നികൃഷ്ടങ്ങളായ വിഷയങ്ങളിലുള്ള തൃഷ്ണയാണ് കാമം. ഇതാണ് നിർവചനം. കാമം എന്നുള്ളതിന് നല്ല നിർവചനമാണ്. തൃഷ്ണ അസന്നികൃഷ്ടേഷു വിഷയേഷു. സന്നികൃഷ്ടമല്ലാത്ത വിഷയങ്ങളിൽ, തന്നോട് ചേർന്നതല്ലാത്ത വിഷയങ്ങളിലുള്ള ആഗ്രഹമാണ് കാമം. അപ്പൊ രാഗമോ? രാഗഃ രഞ്ജന പ്രാപ്തേഷു വിഷയേഷു. പ്രാപ്തങ്ങളായ വിഷയങ്ങളിലുള്ള രഞ്ജനമാണ് രാഗം. ഒരാളുടെ പോക്കറ്റിലൊരു പെണ്ണ് കണ്ടു, നല്ലൊരു ഫൗണ്ടൻ പെണ്ണ്. അപ്പോൾ ഒരാഗ്രഹം, അതെനിക്കായാൽ തരക്കേടില്ല. എന്താണത്? രാഗമല്ല, കാമമാണ്. ഒന്നുകിൽ അയാളുടെ ചോദിച്ച് കൈവശാക്കി, അല്ലെങ്കിൽ ചോദിച്ചാൽ തരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മോഷ്ടിച്ച് കൈവശാക്കി, എങ്ങനെയെങ്കിലും അത് കൈവശാക്കി. ഇപ്പം അത് എൻ്റെ കൈവശമായി. ഇപ്പം അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പോക്കറ്റിൽ വയ്ക്കുക, അതിനെ കൊണ്ടു നടക്കുക. അപ്പോൾ ഒരു പ്രീതി. അതാണ് രാഗം. കാമവും രാഗമുള്ള പ്രധാന വ്യത്യാസം, ഒന്ന് അപ്രാപ്തമായ വസ്തുവാണ്, രണ്ട് പ്രാപ്തമായ വസ്തുവാണ്. കാമിച്ച പലതിലും രാഗം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാമിച്ച പലതിലും പിന്നെ മനുഷ്യന് വെറുപ്പായിരിക്കും. വേണ്ടിയില്ലായിരുന്നു എന്ന് പിന്നെ, അല്ലേ? കാരണം കാമിച്ച പലതും കിട്ടി വെക്കുമ്പോഴാണ് മനസ്സിലാവുക അന്ന് കാമിച്ചതൊന്നും ശരിയല്ല. അപ്പോൾ കാമിച്ചതിൽ രാഗം, ചിലർ പ്രസംഗിക്കുന്ന കേൾക്കാറുണ്ട്, കാമിച്ചതിൽ പിന്നീട് രാഗം വരുന്നത്. ഒരിക്കലും ഇല്ല. കാമിച്ചതിൽ രാഗം വരാം, വരാതിരിക്കാം. ഭൂരിഭാഗവും വരാതിരിക്കുക ചെയ്യാം. ഇത് ഇവിടെ ആരെ കൊണ്ടും പറയല്ല കേട്ടോ. നീ ഓരോരുത്തർ ചിരിക്കണണ്ട വിചാരിക്കും സ്വാമി എന്നെ കൊള്ളിച്ച് പറയുകയാണല്ലോ, എന്നെ കൊള്ളിച്ച്. ആരെ കൊള്ളിച്ചും പറയല്ല, ഒരു ലോക നിയമം അത്. അപ്പൊ പിന്നെ വേറെ വിഷയങ്ങളിലാവും കാമം, അപ്പൊ വേറെയിലാവും കാമം. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് മനുഷ്യനെ മുന്നോട്ട് 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 നയിക്കുന്നത്. അതെ. കാമ്യത്തിൽ രാഗമുണ്ടായാൽ പുരോഗതി ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. ഒന്നും പറഞ്ഞില്ല. ഇനി സച്ചിദാനന്ദ സ്വാമി കുടുംബം കലക്കാനുള്ള വാക്യങ്ങളാണ് വേദാന്ത ക്ലാസ്സിൽ പറയണത്. നാളെ ആരും ആക്ഷേപിക്കാൻ ഇടവരരുത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതെ അതെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും
അതാണ് അത് തന്നെയാ പറഞ്ഞത്. അതുകൊണ്ട് ഞാനല്ലേ പിന്നെ എന്നാലും എന്ന് പറഞ്ഞ് നിർത്തിയത്. പിന്നെ എന്താ വെച്ചാൽ അങ്ങനെയാണ്ട് സ്പഷ്ടമായി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആക്ഷേപം വരും. അവിടെ വേദാന്ത ക്ലാസ്സിൽ കുടുംബം കലക്കുന്ന വാക്യങ്ങളാണ് പറയുന്നത് എന്ന ആക്ഷേപം വരും. അപ്പം പിന്നെ നമുക്ക് ചിലതൊക്കെ അർദ്ധവിരാമത്തിൽ നിർത്തുന്നതാണ് രണ്ടു കൂട്ടർക്കും ആരോഗ്യത്തിന് നല്ലത്. അർദ്ധവിരാമത്തിൻ്റെ തുടർച്ച ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ അങ്ങനെ പോവുക ചെയ്യുക. ശരി, അത് ധർമ്മം. അപ്പോൾ രഞ്ജന പ്രാപ്തേഷു വിഷയേഷു രാഗ, പ്രാപ്തങ്ങളായ വിഷയങ്ങളിൽ ഉള്ള രഞ്ജനയ്ക്കാണ് രാഗം എന്ന് പറയുക. താഭ്യാം വിവർജിതം ദേഹാദിധാരണ മാത്രാർത്ഥം ബലം അഹമസ്മി. അവ രണ്ടുമല്ലാത്ത, കാമരാഗങ്ങളല്ലാത്ത, ദേഹാദിധാരണ മാത്രാർത്ഥം, ദേഹം തുടങ്ങിയവയെ ധരിക്കാൻ വേണ്ടി മാത്രമുള്ളത്, ദേഹത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ബലം ഞാനാകുന്നു. അതിപ്പോൾ എല്ലാവരെ സംബന്ധിച്ച് ശരിയാവുക എന്നുള്ളത് വലിയ വിഷയമാണ്. ദേഹത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളത്. അതാണ് ഞാൻ എന്നാ പറയുന്നത്. അത് കുറച്ച് കഠിനമാണത് കേട്ടോ, ഇല്ലേ? നമ്മളൊക്കെ തന്നെ ആശ്രമത്തിലായാൽ പോലും, ആശ്രമത്തിലാണ്, ദേഹത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ഭക്ഷണമാണോ? അല്ല. കുറച്ച് നാവിന് സുഖം കൊടുക്കുന്നത് ഒക്കെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അത് ദേഹത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് വെച്ചാൽ ഇത്ര കാർബോഹൈഡ്രേറ്റ്, ഇത്ര പ്രോട്ടീൻ, ഇത്ര വൈറ്റമിൻസ്, ഇത്ര മിനറൽസ്, അതടങ്ങുന്നത് മാത്രം മതി. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ സ്വാദും ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. പായ കിട്ടിയപ്പോൾ ഒരു വിരിയും കൂടി ആയാൽ തരക്കേടില്ലാന്ന്. വിരിയും കൂടി കിട്ടി നോക്കിയപ്പോഴോ ഒരു തലേണയും കൂടി ആയാൽ സുഖമായിരുന്നു ഉറക്കം എന്ന് വിചാരിക്കും. അത് മൂന്നും കിട്ടി നോക്കുമ്പോഴോ ഒരു കിടക്കയായാൽ നന്നായിരുന്നു. അപ്പം ഇത് ആപേക്ഷികമാണ് അല്ലേ? ശരിയല്ലേ? ആപേക്ഷികല്ല, ആപേക്ഷിക. അങ്ങനെ പോകും. ഒരമ്മ ഇവിടെ വന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാ. സ്വാമി, ശരീരം വെക്കാനൊരു സ്ഥലം മാത്രം മതി എന്നാണ്. കരഞ്ഞിട്ട് ബഹളം വെച്ചിട്ടൊക്കെയാണ് വന്നത്. മക്കൾ നോക്കുന്നില്ല, നോക്കണത് ഭീകരമായിട്ടാണ് നോക്കണത്. മക്കളില്ലാത്ത കുഴപ്പമല്ല, അങ്ങനെ പരിത്യക്തയായിട്ട് വന്നതാണ് അമ്മ. അവിടെ അങ്ങനെ സ്ത്രീദേഹങ്ങൾക്ക് അങ്ങനെ താമസിക്കാനുള്ള വ്യവസ്ഥയൊന്നും ഇല്ലല്ലോ. ഒന്നും വേണ്ട, ഒരു തടി വെക്കാനുള്ള സ്ഥലം മതി എന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ. ഒരു പായിൻ്റെ 1/3 മതി. പായ് 3 പേർക്ക് ഷെയർ ചെയ്യാലോ ഒരു പുൽപ്പായി. ശരിക്കും പറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫൈക്ക് സ്പീഡ് പോരാ. അതെ, പരാതി. വൈഫൈ ഇപ്പോൾ അല്ല, സ്വാമീൻ്റെ റൂമിൽ കുറച്ചും കൂടി സ്പീഡ് കിട്ടുന്നുണ്ടെന്നാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. എടാ, അതെ, സത്യമായിട്ട് കള്ളമല്ല ഈ പറയണത്. പല ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ അമ്മ. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് വേറൊരു സംവിധാനം വെച്ചിട്ടാണ് ഷെയർ ചെയ്യുക. എന്നിട്ട് അത് റൗട്ടർ വെച്ചിട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനേക്കാൾ സോഴ്സിൽ സ്പീഡ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അത് ശരിയാണ്. എന്നാൽ പിന്നെ ആ പാസ്വേഡ് തന്നോടെ? തരില്ല. അപ്പോൾ ഒരു 6 മാസം മുമ്പ് വന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞേ? തടി വെക്കാനുള്ള സ്ഥലം മതി എന്നാണ്. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫൈക്ക് സ്പീഡ് പോരാ. ഇതാണ് ലോകം. നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് ചിന്തിക്കേണ്ടതാണ്, വേറൊരാളെ കുറ്റപ്പെടുത്താനല്ല. നമ്മിലേക്ക് സ്വയം ചിന്തിക്കേണ്ടതാണ്, ആഴ്ന്നിറങ്ങേണ്ടതാണ്.
അതുകൊണ്ട് കാമോ രാഗോ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഈ ദേഹധാരണത്തിന് മാത്രമുള്ളത് അതാകുന്നു ഞാൻ. നത്തു സംസാരിണാം തൃഷ്ണാരാഗ കാരണം. സംസാരികളുടെ തൃഷ്ണാരാഗ കാരണമായ ബലം ഞാനല്ല. കിഞ്ച മാത്രമല്ല, ധർമാവിരുദ്ധ, ധർമ്മേണ ശാസ്ത്രാർത്ഥേന അവിരുദ്ധ, ധർമ്മവുമായിട്ട് ശാസ്ത്രാർത്ഥവുമായിട്ട് വിരുദ്ധമല്ലാത്ത കാമഃ, കാമം യഥാ ദേഹധാരണ മാത്രാദ്യർത്ഥ എന്ന് അവിടെയും കൊടുക്കുന്നത് ഭഗവാൻ ഭാഷ്യകാരൻ. ശരീരത്തിൻ്റെ നിലനിൽപ്പിനായിക്കൊണ്ടുള്ള കാമം ഞാനാകുന്നു. അശനപാനാദി വിഷയ, കുടിക്കുക തിന്നുക തുടങ്ങിയവയ്ക്ക് വേണ്ടി മാത്രമുള്ളത്. അതൊരു സന്യാസിയുടെ തലത്തിൽ നിന്നാണ് ഭാഷ്യകാരൻ എഴുതിയെന്നാണ് തോന്നുന്നത്. കാരണം ഗൃഹസ്ഥനെ സംബന്ധിച്ച് അത് പോരാ. അതിന് സന്യാസി തന്നെ ആശ്രമമൊക്കെ നടത്തണമെങ്കിൽ ഒട്ടും പോരാ. 100 ഗൃഹങ്ങൾക്ക് വേണ്ടതിനേക്കാൾ വേണം ഒരാശ്രമത്തിന്. വേണ്ടേ? വേണം. ആരെപ്പം വന്നാലും ഭക്ഷണം കൊടുക്കണം, അതതിൻ്റെ ധർമ്മമാണ്. അപ്പം അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. വേറൊരാൾക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കണം. അതെ, പോകുമ്പോൾ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം. അത്ര ആവശ്യകതകളുണ്ട്. അത് പരമാർത്ഥാണ്. അപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് സന്യാസി ധർമ്മമാണോ ഗൃഹസ്ഥ ധർമ്മമാണോ എന്ന് വെച്ചാൽ ഗൃഹസ്ഥ ധർമ്മമാണ്, സന്യാസി ധർമ്മമല്ല. ഇപ്പോൾ ഇവിടെ വേദാന്ത ക്ലാസ് എടുക്കുന്നു, സന്യാസി ധർമ്മമാണോ ഗൃഹസ്ഥ ധർമ്മമാണോ? ഗൃഹസ്ഥ ധർമ്മമാണ്, സന്യാസി ധർമ്മമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹസ്ഥന്മാർ കൂടുതലായിട്ട് മുന്നോട്ട് വന്നാൽ ഞങ്ങൾ പിന്നോക്കം പോകും, ഉറപ്പ്, യാതൊരു സംശയമില്ല. അതിന് കൂടുതൽ മുന്നോക്കം വരണം. അത് ചിന്തിക്കുക. കിഞ്ച മാത്രമല്ല, യേ ചൈവ സാത്വികാ ഭാവാഃ രാജസാസ്താമസാശ്ച യേ മത്ത ഏവേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയേ. യേ ചൈവ സാത്വികാ ഭാവാഃ രാജസാസ്താമസാശ്ച യേ മത്ത ഏവേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയേ. എന്ന് മുറിച്ച് പറയാം. യേ ച ഏവ സാത്വികാഃ ഭാവാഃ രാജസാഃ താമസാഃ ച യേ മത്തഃ ഏവ ഇതി താൻ വിദ്ധി ന തു അഹം തേഷു തേ മയി. യേ ചൈവ സാത്വികാഃ രാജസാഃ താമസാഃ ച ഭാവാഃ, സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ യാവ ഭാവങ്ങളുണ്ടോ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഏത് പദാർത്ഥത്തെ എടുത്താലും ഏത് വ്യക്തിയെ എടുത്താലും എന്തിനെടുത്താലും സാത്വിക രാജസിക താമസിക ഭാവങ്ങൾ ഉണ്ടാവും. ഇവ മാത്രമായിട്ടൊന്നും ഉണ്ടാവില്ല. സാത്വികൻ എന്ന് നമ്മളൊരാളെ കൊണ്ട് പറഞ്ഞാൽ അയാൾക്ക് സത്വഗുണം മാത്രമേ ഉള്ളൂ എന്നല്ല അർത്ഥം, അയാളുടെ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന അർത്ഥം. ഒരാളെ നമ്മൾ തനി രാജസനാണ് അയാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് രജോ ഗുണം മാത്രമേ ഉള്ളൂ എന്നല്ല അർത്ഥം, മറിച്ച് രജോ ഗുണം കൂടിയിരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ.
ഇതുപോലെ തന്നെയാണ് താമസനാണെന്ന് പറഞ്ഞാൽ തമോ ഗുണം മാത്രമേ ഉള്ളൂ എന്നല്ല അർത്ഥം. തമോ ഗുണം കൂടിയിരിക്കുന്നു എന്നാണ്. അപ്പൊ കൂടിയിരിക്കുന്നത് കാര്യത്തെ ചെയ്യും. അപ്പൊ മറ്റുള്ളവയും കാര്യത്തെ ചെയ്യില്ലേ? ചെയ്യും. നമ്മളൊരു ഒരു കറി ഉണ്ടാക്കിയിട്ട് അതിൽ എരിവ് കൂടിപ്പോയി എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ അർത്ഥം അതിൽ പുളി ഇല്ല എന്നാണോ? ഉപ്പില്ല എന്നാണോ? അല്ല, അതിൽ ഉപ്പുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, എല്ലാ രസങ്ങളും ഉണ്ട്. മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഇഷ്ടാവില്ല അല്ലേ? പക്ഷെ നമ്മൾ ഭാരതത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ മധുരം ചേർക്കാറുണ്ട്. ഷഡ്രസങ്ങളുള്ളതാണ്. എല്ലാ രസങ്ങളും ഉണ്ടാവും ഭക്ഷണ പദാർത്ഥത്തിൽ. ഗുജറാത്തിലൊക്കെ നിർബന്ധമായിട്ട് ശർക്കര എല്ലാ കറിയിലും ഇടും. മുളകും ഉണ്ടാവും, ഉപ്പും ഉണ്ടാവും, പുളിയും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ ഏതേത് ഭാവങ്ങൾ, സാത്വികമോ രാജസികമോ താമസികമോ ആയ ഏതേത് ഭാവങ്ങളുണ്ടോ അതെല്ലാം മത്തഹ ഏവ ഇതി വിദ്ധി, എന്നിൽ നിന്നാണെന്ന് നീ മനസ്സിലാക്കൂ. എല്ലാം ഭഗവാനിൽ നിന്നാണ്. ചിലർക്കൊരു തെറ്റിദ്ധാരണ സാത്വികം മാത്രമാണ് ഭഗവാൻ എന്നാണ്. സത്വം മാത്രമേ പാടുള്ളൂ, സത്വം മാത്രമാണ് ഈശ്വരൻ എന്നൊക്കെ ഒരു ധാരണ ചിലർക്കൊക്കെ ഉണ്ട്. അത് തെറ്റാണ്. സാത്വികവും രാജസികവും താമസികവുമായ എല്ലാ ഭാവങ്ങളും എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ്. എല്ലാം വേണമല്ലോ. ഓരോരോ പ്രകൃതം വരുമ്പോ ഇനിയിപ്പോ ഇതിന് നേരെ ഭിന്നമായിട്ടുള്ളത് ഇനി പറയില്ലേ 9-ാം അധ്യായത്തില്. അപ്പൊ നമ്മൾ ശാസ്ത്ര ചർച്ചയിൽ ഒരു തലത്തിൽ പറയുമ്പോൾ ആ തലത്തിൽ വേണം മനസ്സിലാക്കാൻ, മറ്റൊരു തലത്തിലല്ല. അപ്പൊ ഇവിടെ എല്ലാ ഭാവങ്ങളും ഈശ്വരീയമാണ്, എല്ലാ ഭാവങ്ങളും. അതുകൊണ്ട് വിശേഷമായിട്ട് പറഞ്ഞു, സാത്വികങ്ങളായ ഭാവങ്ങളും രാജസങ്ങളായ ഭാവങ്ങളും താമസങ്ങളായ ഭാവങ്ങളും മത്തഹ ഏവ ഇതി, എന്നിൽ നിന്ന് തന്നെയാണ് എന്ന് താൻ അവയെ വിദ്ധി, നീ മനസ്സിലാക്കൂ, നീ മനസ്സിലാക്കൂ. ഇതോടുകൂടി ഈശ്വരീയമല്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് സത്വം ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്നവർ സത്വം മാത്രമാണ് ഈശ്വരീയെന്ന് കരുതരുത്. ഇതാണ് സനാതനധർമ്മത്തിന്റെ വലിയൊരു കാഴ്ചപ്പാട്. ആണല്ലോ. ചെകുത്താനുണ്ടെങ്കിൽ ചെകുത്താനും ദൈവമാണ്, ഈശ്വരനാണ്. ദൈവമാണെന്ന് പറയണ്ട, ഈശ്വരീയമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ ഒരു 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 സാത്താനുണ്ട് സ്വാമി, ഒരു ചെകുത്താനുണ്ട്. സന്തോഷം, അവിടെ ഇരിക്കട്ടെ. നമ്മളെന്താ ചെയ്യുക? ചെകുത്താൻ ഒരിക്കലും അകറ്റാൻ വേണ്ടി പരിശ്രമിക്കില്ല. പകരം ഒരു ഓട്ടിൻ്റെ ഉരുളി മേടിച്ച് നല്ല ശർക്കരയൊക്കെ ഇട്ട് ഒരു പായസം ഉണ്ടാക്കി ചെകുത്താന് കൊടുക്കും. ഞാനും എൻ്റെ കുടുംബവും കഴിക്കുമ്പോൾ നീ പട്ടിണി കിടക്കരുത്. ഞാനും എൻ്റെ കുടുംബവും വെളിച്ചത്തിൽ ഇരിക്കുമ്പോൾ നീ ഇരുട്ടത്ത് ഇരിക്കരുത് പറഞ്ഞ് സന്ധ്യയ്ക്ക് ഒരു വിളക്ക് വെച്ചു കൊടുക്കും. അല്ലേ? നോക്കിക്കോളൂ, എത്ര ക്ഷേത്രങ്ങളിൽ രക്ഷസുകളൊക്കെ ഉണ്ട്. മാർജാർ രക്ഷസ്, മൂഷിക രക്ഷസ്, ശുനക രക്ഷസ്, എന്തൊക്കെയാ ഉണ്ട്. ഇല്ല, ഉണ്ട്. കുറച്ചും കൂടി ഗ്രേഡ് കൂട്ടിയിട്ട് അവരെ ദൈവമാക്കും നമ്മൾ. ഉണ്ട്, അതല്ലേ പറയണത്. അവരെ ദൈവാക്കും. നമ്മൾ ഒരിക്കലും അവരെ അകറ്റില്ല, കല്ലെറിയൂല. മറ്റേ ചെകുത്താനെ കല്ലെറിയും. ദൈവത്തെ ആരാധിക്കും, ചെകുത്താനെ കല്ലെറിയും. ഇതതില്ല. ദൈവത്തെ ആരാധിക്കും, ചെകുത്താനെ ആരാധിക്കും. കാരണം ഉണ്ട് എന്നുള്ള ഉണ്മയാണ് ഈശ്വരൻ. ഉണ്ട് എന്നുള്ള ഉണ്മ, ഇത് വലിയ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്.
എല്ലാവർക്കും. ശ്രദ്ധിക്കുക. അപ്പൊ എന്നിൽ നിന്ന് തന്നെയാകുന്നു അവയെല്ലാം. അപ്പൊ ചോദ്യം വരും, അത്തരം ഭാവങ്ങളിൽ ഈശ്വരൻ പരിമിതനാണോ? അത്തരം ഭാവങ്ങളിൽ, സാത്വിക, രാജസിക, താമസിക ഭാവങ്ങളിൽ ഈശ്വരൻ പരിമിതനാണോ? പറയുന്നു, നത്വഹം തേഷു, ഞാൻ അവയിൽ അല്ല. സാത്വികത്തിലോ രാജസികത്തിലോ താമസികത്തിലോ ഞാൻ പരിമിതനല്ല. പിന്നെയോ തേ മയി, ഞാനാകുന്ന ഉണ്മയിൽ അവയെല്ലാം കോർക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനാകുന്ന ഉണ്മയിൽ അവയെല്ലാം കോർക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു വെളിപ്പെടുത്തലാണ്. ഇതിന്റെ വിസ്തരണം നമുക്ക് ലഭിക്കുന്നത് 9-ാം അധ്യായത്തിലാണ്. നത്വഹം തേഷു തേ മയി എന്നുള്ളതിന്റെ വിസ്തരണം നമുക്ക് 9-ാം അധ്യായത്തിൽ ലഭിക്കും. എന്നാൽ ഇപ്പം ഇത്രയും മനസ്സിലാക്കുക, സാത്വിക, രാജസിക, താമസിക ഭാവങ്ങളിൽ ഈശ്വരൻ പരിമിതനല്ല. ഈശ്വരനാകുന്ന ഉണ്മയിൽ അവയെല്ലാം നിലകൊള്ളുന്നു. സാത്വികം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉണ്മ ഈശ്വരനാണ്. രാജസികം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉണ്മ ഈശ്വരനാണ്. താമസികം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉണ്ട് ഈശ്വരനാണ്. അതേസമയത്ത് ഈശ്വരൻ താമസികമല്ല, ഈശ്വരൻ സാത്വികമല്ല, ഈശ്വരൻ രാജസികമല്ല. ഒരു വർണ്ണരഹിതമായ പ്രഭയിൽ ഒരാൾ പറയാണ് അതിൽ വയലറ്റ് ഉണ്ട്, ശരിയാണ്. അല്ലെങ്കിൽ ഇൻഡിഗോ ഉണ്ട്, ശരിയാണ്. നീലയുണ്ട്, ശരിയാണ്. പച്ചയുണ്ട്, ശരിയാണ്. മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, ചുമപ്പുണ്ട്, ശരിയാ. എല്ലാം ശരി, 7 വർണ്ണങ്ങളും ഉണ്ട്. ഇനി തിരിച്ച് ആ ഓറഞ്ചിൽ ഈ വർണ്ണരഹിതമായ പ്രഭ ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് തെറ്റാ. നീലയിൽ വർണ്ണരഹിതമായ പ്രഭ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാ. വർണ്ണരഹിതമായ പ്രഭയിൽ നീല ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാ. ഇനി പറയുന്നത് ആരും തെറ്റായി ധരിക്കരുത്, ധരിച്ചാൽ വിരോധമൊന്നുമില്ല. നിങ്ങളൊരു ഡിസ്ക് എടുക്കുക, ഒരു വട്ടത്തിൽ പേപ്പറിൽ വരച്ചിട്ട്, എന്നിട്ട് അതിനെ നമുക്ക് കള്ളികളായിട്ട് വിഭജിക്കുക. തുല്യ ആംഗിൾ ആയിരിക്കണം. തുല്യ ആംഗിൾ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആയിക്കോളൂ. 60 ഡിഗ്രി ആകുമ്പോൾ 6 കള്ളി 360 ഡിഗ്രി വരും. വെള്ള, പച്ച, ചുമപ്പ്, വെള്ള, പച്ച, ചുമപ്പ് വരയ്ക്കൂ. ഒന്ന് വരച്ചോളൂ. എന്നിട്ട് ആ ഡിസ്ക് അമിത വേഗത്തിൽ കറക്കൂ. എന്ത് കളറാ കാണുക? കാവി. ഇനി പറയാൻ പോണത് മഹാവർഗീയവാദി നിങ്ങൾ വിളിക്കാൻ പോണ്ട. അതുകൊണ്ട് കാവിയിൽ പച്ചയാവാം, കാവിയിൽ ചുവപ്പും ആവാം, കാവിയിൽ വെള്ളയാവാം. പക്ഷെ പച്ചയിൽ കാവിയാവില്ല. പച്ചയ്ക്ക് കാവിയെ സഹിക്കാൻ പറ്റൂല, വെള്ളയ്ക്ക് കാവിയെ സഹിക്കാൻ പറ്റൂല, ചുവപ്പിന് കാവിയെ സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിഡ്ഢിത്തരാണോ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഈ പറയുന്നത് ഇത് പറഞ്ഞു പോകുന്നില്ല. നിങ്ങളത് ഒന്ന് ഉണ്ടാക്കി സ്പീഡ് കറക്കണം, നല്ല സ്പീഡിൽ, നല്ല കാവി കളർ കാണും. അതുകൊണ്ട് കാവിയിൽ ഇതൊക്കെ ഉണ്ട്, ഇതിൽ കാവിയില്ല. അവർക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല ഒന്നിനെ. നമുക്കതല്ല, നമുക്ക് എല്ലാവരും വരുമോ, വന്നോളൂ, ഇരുന്നോളൂ, സന്തോഷം. എന്താ അതെ. അതുകൊണ്ട്
ഞാൻ അവയിലൊന്നും പരിമിതനല്ല, അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് വെറുതെ പറഞ്ഞതാണോ എന്ന് പരീക്ഷിച്ച് നോക്കും ഒന്ന് തന്നെ പോയിട്ട്. നോക്കൂ, യേ ച ഏവ സാത്വികാഃ സത്വനിർവൃത്താഃ ഭാവാഃ പദാർത്ഥാഃ രാജസാഃ രജോനിർവൃതാഃ താമസാഃ തമോനിർവൃതാഃ ച യേ കേചിത് പ്രാണിനാം സ്വകർമ്മവശാത് ജായന്തെ ഭാവാഃ താൻ മത്ത ഏവ ജായമാനാൻ ഇതി ഏവം വിദ്ധി സർവാൻ സമസ്താനേവ. യദ്യപി തേ മത്തഃ ജായന്തെ തഥാപി ന തു അഹം തേഷു തദധീനഃ തദ്വശോ യഥാ സംസാരിണഃ തേ പുനഃ മയി മദ്വശാഃ മദധീനാഃ. യേ ച ഏവ സാത്വികാഃ സത്വനിർവൃതാഃ ഭാവാഃ പദാർത്ഥാഃ രാജസാഃ രജോനിർവൃതാഃ താമസാഃ തമോനിർവൃതാഃ ച യേ കേചിത് പ്രാണിനാം സ്വകർമ്മവശാത് ജായന്തെ ഭാവാഃ താൻ മത്ത ഏവ ജായമാനാൻ ഇത്യേവം വിദ്ധി സർവാൻ സമസ്താൻ ഏവ. യദ്യപി തേ മത്തഃ ജായന്തെ തഥാപി ന തു അഹം തേഷു തദധീനഃ തദ്വശഃ യഥാ സംസാരിണഃ തേ പുനഃ മയി മദ്വശാഃ മദധീനാഃ. യേ ചൈവ സാത്വികാഃ സത്വനിർവൃതാഃ സത്വനിർവൃതങ്ങളായ സത്വത്തിൽ നിന്നുണ്ടാവുന്ന ഭാവങ്ങൾ, അതുപോലെ രജസ്സിൽ നിന്നുണ്ടാവുന്ന ഭാവങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പൊ സത്വത്തിൽ നിന്നുണ്ടാവുന്ന ഭാവങ്ങൾ ഏതൊക്കെയാ? ശാന്തി, സമാധാനം, എല്ലാവരിലുള്ള പ്രേമം, അറിയാനുള്ള ശേഷി, അറിഞ്ഞതിനെ അറിയിക്കാനുള്ള ശേഷി, എല്ലാത്തിലൊരു മൃദുത്വം, മിതത്വം, ശാന്ത സ്വഭാവം, അങ്ങനെയൊക്കെ പറയാം. രജസ് എന്ന് പറയുമ്പോൾ നല്ല കർമ്മശേഷി, നല്ല കർമ്മശേഷി, വികാരങ്ങളുടെ ആധിക്യം, ഒരു ശാന്തമായിട്ടൊന്നും കഴിയില്ല, ഒക്കെ ഇട്ട് പിടി ബഹളം, നടക്കണ തന്നെ ഭൂമി കുലുക്കിയിട്ടാ നടക്കുക. അതെ, പക്ഷെ നല്ല കർമ്മശേഷി ഉണ്ടാവും. സങ്കടം പെട്ടെന്ന്, സന്തോഷം പെട്ടെന്ന്, ദേഷ്യം പെട്ടെന്ന്. ഇനി തമസ് കൂടുക എന്ന് പറയുമ്പോൾ ജ്ഞാനശക്തിയുമില്ല, കർമ്മശക്തിയുമില്ല, ഒരുറക്കം തൂങ്ങല്, മടി, ആലസ്യം, ഇഷ്ടപ്പെട്ട പണി പരദൂഷണം, അല്ല ഇങ്ങനെയൊക്കെ. അതെ, ഇതെങ്കിലും നീ അറിയാം, സംഗതി അറിയാം, അവൻ വളരെ മോശമാണ്, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. ഇതൊക്കെ പറയാനാണ് നമ്മൾ ഇവിടെ വന്നത്. അല്ല, നമ്മൾ തമ്മിൽ പറഞ്ഞ വേറെ ആരും അറിയണ്ട, കഴിഞ്ഞു. അതാണ് തമസിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. നാലാൾ അറിയിക്കണമെന്നൊന്നുമില്ല. ആലസ്യം, പ്രമാദം, ഇതൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഈ 3 ഗുണങ്ങളുടെ ഭാവങ്ങളെ നിരൂപണം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് മാറി നിന്ന് സ്വയം നോക്കിയാൽ എന്നിൽ ഏത് ഗുണമാണ് മികച്ചു നിൽക്കണമെന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റും. വേറൊരാളെ വിലയിരുത്താനല്ല ഇതൊന്നും, സ്വയം വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ
ഭാഷ്യകാരൻ കൂട്ടിച്ചേർക്കുകയാണ് അവിടെ, പ്രാണിനാം സ്വകർമ്മവശാത് യേ ഭാവാഹ ജായന്തേ. പ്രാണികളുടെ കർമ്മത്താൽ ഏതേത് ഭാവങ്ങൾ ജനിക്കുന്നുവോ ഇതൊക്കെ അവനവന്റെ കർമ്മത്തിനനുസരിച്ച് അവനവൻ വളർത്തുന്നതാണ്. നമ്മുടെ ഒരു ഭാവവും ഈശ്വരൻ തന്നൊന്നുമല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ സ്ഥൂലമായി ചെയ്യുന്നത് മാത്രമല്ല, ചിന്തകള്, വാക്കുകള്, പ്രവൃത്തികൾ. ഇപ്പൊ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമാകുന്ന കർമ്മങ്ങളിലൂടെ നമ്മൾ വളർത്തുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവം. ഇപ്പൊ ഇന്നലെകളിൽ ജന്മാന്തരങ്ങളിൽ നമ്മൾ വളർത്തിയതാണ് ഇന്നുള്ളത്. ഇന്ന് വളരെ ശ്രദ്ധിച്ച് വളർത്തുന്നതാണ് നാളെയിലേക്ക് ഉണ്ടാവുക. ഇത് അതുകൊണ്ട് വളരെ പ്രായോഗികമായ ഒരു ജീവിത ദർശനം കൂടിയാണ്. കാരണം ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെയാണ്, അതിനനുസരിച്ചാണ് നാളെ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടി ലഭിക്കുന്നുണ്ട്. സ്വകർമ്മവശാത് യേ ജായന്തേ, അത് ഭാഷ്യകാരൻ കൂട്ടിച്ചേർത്തതാണ്, മൂലത്തിലില്ല. സ്വന്തം കർമ്മത്തിനനുസരിച്ച് ഏത് ഭാവങ്ങൾ ജനിക്കുന്നുവോ താൻ മത്തയേവ ജായമാനാൻ വിദ്ധി, അതൊക്കെ എന്നിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് നീ മനസ്സിലാക്കൂ. സർവാൻ സമസ്താനേവ, എല്ലാ ഭാവങ്ങളും ഭഗവത് ഭാവങ്ങളാണ്. എല്ലാം ഈശ്വരീയമാണ്. യദ്യപി തേ മത്തഃ ജായന്തേ, അവയെല്ലാം എന്നിൽ നിന്നാണ് ജനിക്കുന്നതെങ്കിലും തഥാപി, അങ്ങനെയാണെങ്കിലും നതു അഹം തേഷു തദധീന തദ്വശോവ, ഞാൻ അതിൻ്റെ വശത്തിലല്ല, ഞാൻ അതിന് അധീനൻ അല്ല. ഒരു ഗുണത്തിനും അധീനനല്ല ഞാൻ. ഏതുപോലെ യഥാ സംസാരിണ, സംസാരികളെ പോലെ. സംസാരികൾ ഗുണത്തിന് അധീനരാണ്, ഗുണാധീനരാണ് സംസാരികൾ. ഈ സംസാരത്തിന് അപ്പുറത്ത് ഒരു വിജ്ഞാനിയായ മഹാപുരുഷൻ ഏത് ഗുണത്തോട് ചേർന്ന് നിന്നാലും അതിന് അധീനനല്ല. അപ്പം കഴിയും. അനേക ഗുണങ്ങളുടെ കുപ്പായത്തെ വീണ്ടും വണ്ണം എടുത്ത് ധരിക്കാനും അഴിക്കാനും കഴിയും. ഒന്നാമത് വേണ്ടത്, ഈ പ്രകൃതത്തിൽ നിന്ന് അല്പം മാറിപ്പോയിട്ട് പറയുകയാണ്, സത്വം രജസ് തമസ് എന്നീ 3 ഭാവങ്ങളും നമ്മളിലൊക്കെ ഉണ്ട് എന്ന് അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ തന്നെ പകുതി വിജയിച്ചു. മറ്റേ നമ്മളെന്ന് പറയുമ്പോൾ കുറച്ച് വേദാന്തമൊക്കെ പഠിക്കുക, കുറച്ച് ക്ഷേത്രാദിപാസനകളൊക്കെ ചെയ്യുക, കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായി, നമ്മൾ സാത്വികരാണെന്ന് സ്വയം നമ്മൾ തന്നെ ഒന്ന് മുദ്ര കുത്തും. നമ്മൾ തന്നെ, ആളൊരു സാത്വികനാവണം നല്ലത്. അപ്പം നമ്മളുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? രജസ്സും ഉണ്ടാവും, തമസ്സും ഉണ്ടാവും. അതില്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടും. അപ്പം അതിൻ്റെ ഓരോ സ്ഫുരണങ്ങൾ വരുമ്പോൾ മറച്ചു വെക്കാൻ വേണ്ടിയും ആള് സാത്വികനാണെന്ന് പുറമെ കാണിക്കാൻ വേണ്ടിയും വളരെ കഷ്ടപ്പെടും. ഈ കഷ്ടപ്പാടിലാണ് നമ്മൾ ആകെ ക്ഷീണിച്ചു പോവുക, ക്ഷീണം പിടിച്ചു പോകും. ഞാൻ സ്വാമി ആയതുകൊണ്ട് പറയണില്ല. എടാ നീ പറഞ്ഞാൽ തീർന്നില്ലേ? പറഞ്ഞാൽ നിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പറഞ്ഞപ്പോൾ തീർന്നു, സന്തോഷമായി. നേരെ മറിച്ച് പറയാണ്ട് പൂഴ്ത്തി വെക്കുമ്പോൾ പറയാൻ വേണ്ടി വന്ന ഒരു വേഗം ഉണ്ടല്ലോ, ആ വേഗത്തെ നമ്മൾ തടുക്കുക ചെയ്യുന്നത്. അത് വളരെ ദോഷം ചെയ്യും. ഒരു പരിധി വരെ താങ്ങുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ താങ്ങില്ല. 2 സംഭവിക്കാം. ഒന്നുകിൽ പൊട്ടിത്തെറിക്കും,
അല്ലെങ്കിൽ കൊളാപ്സ് ആവും. അതുകൊണ്ട് ഉള്ളത് കാണിച്ചോളൂ. ദേഷ്യം പിടിച്ചോ, ദേഷ്യം കാണിച്ചോളൂ. കാമം വന്നോ, കാമം കാണിച്ചോളൂ. എന്താ കുഴപ്പം? എന്നാൽ വലിയ ആരോഗ്യ പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകാൻ തോന്നും. പിന്നെ തന്നെ കൃത്രിമമായിട്ട് പ്രദർശിപ്പിക്കാതിരിക്കുക. അല്ലാത്ത എന്തൊക്കെയോ ആണെന്ന് പ്രദർശിപ്പിക്കാനുള്ള ത്വര ഉപേക്ഷിക്കുക. അല്ലാത്ത പലതും ആണെന്ന് കാണിക്കാനുള്ള ത്വര നമ്മളിലുണ്ടല്ലോ, ഇല്ലേ? അതുകൊണ്ടല്ലേ ഹൈ ഹീൽഡ് ചെരുപ്പൊക്കെ ഇടുന്നത്, അല്ലെങ്കിൽ ഇടുക. ആ ത്വരയുടെ ഫലമല്ലേ അത്? അല്ല, അറിയില്ല. ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇല്ലാത്ത ഉയരം ഉണ്ടെന്ന് കാണിക്കാനല്ലേ. അതെ, ആണ്. ഇതൊക്കെ പരസ്യക്കാരാണല്ലോ ഇങ്ങനെ ചെയ്യിക്കുന്നത്. മുഴുവൻ പരസ്യങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന മാറ്റങ്ങളല്ലേ ഇതൊക്കെ. മുഴുവൻ പരസ്യങ്ങളാണ്, മുഴുവൻ. ശരി, അതുകൊണ്ട് ഉള്ളതുപോലെ അംഗീകരിച്ച് ജീവിച്ചാൽ കുറച്ചും കൂടി സമാധാനമായിട്ടൊക്കെ നമുക്ക് എല്ലാം ഉണ്ട്. ഒന്നും രണ്ടും മൂന്നൊന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. കറുപ്പടിക്കണമെന്ന് പറഞ്ഞാൽ മതിയോ? വെളുപ്പടിക്കണില്ലേ കുട്ടികൾ? ചെറുപ്പക്കാരി കുട്ടികൾ വെളുപ്പല്ലേ അടിക്കണത്? മുത്തശ്ശിമാരൊക്കെ കറുപ്പല്ലേ അടിക്കണത്? രണ്ടും ഉണ്ട്. അതുപോലെ എല്ലാം ഉണ്ട്. ഒരു സ്വാമിയാർ ഒരു ജാതി പൊടി മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ അതെന്നാ? നല്ല തേജസ് ഉണ്ടാവുന്നാ പറഞ്ഞ. അതെ, അതെ അതെ അതൊരു കുങ്കുമം പോലെ ഒരു സാധനം കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് കുറേ തിരുമ്മും. എന്നിട്ടാണ് ഇവിടെ പരട്ടുന്നത്. ഇങ്ങനെ പരട്ടി തിരുമ്മി 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 അപ്പൊ കുറേ നേരം ചെയ്യണ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണ് ഇതെന്താ? നല്ല തേജസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ സ്വാമിക്ക് ഉപയോഗിക്കാം എന്നാണ്. എനിക്ക് വേണ്ടെന്ന്. നല്ല തേജസ് ഉണ്ടാവും. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? കാറ്റുപോയി, വല്ല തേജസ്സും ഉണ്ടോ? ഇപ്പം നമ്മളെ കൂടെ ഇല്ല, കഴിഞ്ഞു പോയി, കാലം കഴിഞ്ഞു പോയി. എല്ലാവർക്കും കാലമുണ്ട്, പിന്നെന്താ? അദ്ദേഹം തേജസ്സിൽ ലയിച്ചു. അവിടെ ടെൻഷൻ ഇല്ലാണ്ട് ജീവിച്ചാൽ നല്ലതാ. അത്രയേ ഉള്ളൂ. സന്തോഷമായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ട് പോവാ. അപ്പോ സംസാരിയെ പോലെ ഞാൻ അങ്ങനെയല്ല. പുനഃ മൈ തദ് മദ്വശാഹ മദധീനാഹത്തെ, അവയെല്ലാം ആ ഭാവങ്ങളെല്ലാം മദധീനാഹ മദ്വശാഹ. അത് ചിന്തിക്കുക. സ്വർണം ഒരിക്കലും ആഭരണവശമല്ല. ആഭരണങ്ങൾ എപ്പോഴും സ്വർണവശാണ്, അല്ലേ? സ്വർണം ഒരിക്കലും ആഭരണവശമല്ല. ആഭരണം എപ്പോഴും സ്വർണവശാണ്. അത് ചിന്തിക്കുക. മൺപാത്രം മണ്ണിന്റെ അടിസ്ഥാനത്തിലാണ്, മണ്ണൊരിക്കലും പാത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് ഈ ഭാവങ്ങളെല്ലാം എന്നിൽ നിന്ന് പ്രകടമാകുന്നു, പക്ഷെ ഞാൻ അവയാൽ പരിമിതനല്ല, അവ എന്നിൽ നിലകൊള്ളുന്നു. ഏവം ഭൂതം അപി പരമേശ്വരം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം സർവഭൂതാത്മാനം നിർഗുണം സംസാരദോഷ ബീജപ്രദാഹ കാരണം മാം ന അഭിജാനാതി ജഗത് ഇതി
അനുക്രോശം ദർശയതി ഭഗവാൻ തച്ച കിം നിമിത്തം ജഗതഃ അജ്ഞാനമിതി ഉച്യതേ. നോക്കൂ, ഏവം ഭൂതമപി പരമേശ്വരം നിത്യശുദ്ധബുദ്ധ മുക്തസ്വഭാവം സർവഭൂതാത്മാനം നിർഗുണം സംസാരദോഷബീജപ്രദാഹകാരണം മാം ന അഭിജാനാതി ജഗത് ഇതി അനുക്രോശം ദർശയതി ഭഗവാൻ തച്ച കിം നിമിത്തം ജഗതഃ അജ്ഞാനം ഇതി ഉച്യതേ. ഏവം ഭൂതമപി, ഇങ്ങനെയുള്ളതാണെങ്കിലും, മാം എന്നെ, എങ്ങനെയുള്ളതാണെങ്കിലും, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണെങ്കിലും, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ഉണ്മയാണെങ്കിലും. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. എവിടം തൊട്ട്? രസോഹമപ്സു കൗന്ദേയ തുടങ്ങി ഇതുവരെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനഭൂതമാണ് ഞാനെങ്കിലും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമപി, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് ഞാനെങ്കിലും, നിത്യനാണ്, ശുദ്ധനാണ്, ജ്ഞാനസ്വരൂപനാണ്, മുക്തനാണ്, സദാമുക്തനാണ്. ഇതാണ് എൻ്റെ സ്വരൂപം. എങ്കിലും പോരാ, സർവഭൂതാത്മാനം, എല്ലാ ഭൂതങ്ങൾക്കും ഉണ്മയെ നൽകുന്നവനാണ് ഞാൻ. ഏതേത് ഭൂതം ഉണ്ടെന്ന് പറയപ്പെടുന്നോ ആ ഉണ്മയാണ് ഞാൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതും, ചെകുത്താനുണ്ടെന്ന് പറഞ്ഞാൽ അതും ഒന്നാണ്. ആ ഉണ്മയാണ് ഞാൻ. സകല ഗുണവാന്മാരിലും നിലകൊള്ളുന്ന ഞാൻ നിർഗുണനാണ്. അത് നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്. നിർഗുണമാണ്. സംസാരദോഷ ബീജപ്രദാഹ കാരണം, സംസാരദോഷങ്ങളുടെ ബീജമാകുന്ന അജ്ഞാനത്തെ പ്രകർഷേണ ദഹിപ്പിക്കുന്നതിന് കാരണമാണ് ഞാൻ. എൻ്റെ സ്വരൂപത്തെ അറിഞ്ഞാൽ അജ്ഞാനം നശിച്ചു, മുക്തനായി. ഇതൊക്കെയാണെങ്കിലും മാം നാഭിജാനാതി ജഗത്, ഈ ലോകം എന്നെ മനസ്സിലാക്കണില്ലല്ലോ. എല്ലാവരുടെയും സ്വരൂപമായിട്ട് നിലകൊള്ളുന്ന എന്നെ എന്താ ജഗത്ത് മനസ്സിലാക്കാത്തത് എന്ന് അനുക്രോശം, സങ്കടം ദർശയതി ഭഗവാൻ. ഭഗവാൻ വലിയ സങ്കടമൊന്നുമില്ല കേട്ടോ, അത് ഭാഷ്യകാരൻ പറഞ്ഞതാ. വലിയൊരു ഒരു 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 എന്താ പറയുക, വലിയ ഖേദം, ദുഃഖം. ആർക്ക്? ഭഗവാൻ ഇങ്ങനെയുള്ള എന്നെ മനസ്സിലാക്കണില്ലല്ലോ. അത് ഉപനിഷത്തുകളിൽ ചില സ്ഥലത്ത് പ്രാണസംവാദം കിടക്കുന്നുണ്ട്. അതായത് കണ്ണ് പറയും ഞാനാ കേമൻ, മൂക്ക് പറയും ഞാനാ കേമൻ, ചെവി പറയും ഞാനാ കേമൻ, എന്നിട്ട് തല്ലുകൂടുകയാണ് ഓരോരുത്തരും. അപ്പൊ പ്രാണൻ വിചാരിച്ചു, ശരി ഞാൻ ഇവിടുന്ന് വിട്ടുപോണ പോലെ ഒന്ന് അഭിനയിക്കാം. അങ്ങനെ വിട്ടുപോണ പോലെ അഭിനയിച്ചപ്പോൾ കണ്ണിനും ചെവിക്കും മൂക്കിനും ഒന്നും ഇരിക്കപ്പുറത്തിയില്ല. അയ്യോ പോവരുതേ, നീ ഇവിടെ ഇരിക്കണേ, നീയാ കേമൻ, ഞങ്ങൾ ആരും അല്ല എന്ന് പറഞ്ഞ് അവര് പ്രാണനെ സ്തുതിക്കുന്ന ഭാഗം ആവർത്തിക്കുന്നുണ്ട്. ഇതന്നെയാണ് കരണങ്ങൾ. ഓരോരോ കരണവും ഞാൻ ഞാൻ എന്ന് വിചാരിച്ച് സർവാന്തര്യാമിയെ തിരിച്ചറിയാതിരിക്കുന്നു. അപ്പൊ ഭഗവാൻ പറയാണ്, എല്ലാത്തിനും ഉണ്മയെ കൊടുക്കുന്ന ഞാനാണല്ലോ, എന്നിട്ട് എന്നെ അറിയുന്നില്ലല്ലോ. എന്തൊരു കഷ്ടമാണ്. സാനുക്രോശം, അനുക്രോശം, ഖേദം, ദുഃഖം. ഭഗവാന് വല്ലാത്ത സങ്കടം. അപ്പൊ ഭഗവാന്റെ സങ്കടമെങ്കിലും നമ്മളൊന്നും ഇല്ലാണ്ടാക്കണ്ടേ. അനുക്രോശം ദർശയതി ഭഗവാൻ തച്ചക്കിൻ. എന്തുകൊണ്ടാ അത്? തച്ചക്കിൻ നിമിത്തം, അതെന്തുകൊണ്ടാണ്? അജ്ഞാനം ഇതി ഉച്യതേ. ഇതാ പറയാം എന്തുകൊണ്ടാണ് അജ്ഞാനം, അറിവില്ലായ്മ എന്ന് പറയാം. അതിന് കാരണക്കാരൻ ഭഗവാൻ തന്നെയാന്നാ പറയണത്. എന്നാ പിന്നെ എളുപ്പമായല്ലോ.
ത്രിഭിർഗുണമയൈർഭാവൈഃ ഏഭിः സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യഃ പരമവ്യയം. ത്രിഭിർഗുണമയൈർഭാവൈഃ ഏഭിः സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യഃ പരമവ്യയം. ത്രിഭിഃ ഗുണമയൈഃ ഏഭിഃ ഭാവൈഃ ഇദം സർവം മോഹിതം. ഈ 3 ഗുണങ്ങളുടെ ഭാവങ്ങളാൽ ജഗത്ത് മുഴുവൻ മോഹിക്കപ്പെട്ടിരിക്കുക. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളുടെ ഭാവങ്ങളാൽ ഈ ജഗത്ത് മുഴുവൻ മോഹിക്കപ്പെട്ടിരിക്കുക. അതിൽ കുടുങ്ങിയിരിക്കുക. സത്വത്തിലും രജസ്സിലും തമസ്സിലും അവയുടെ കാര്യങ്ങളിലും വിലാസങ്ങളിലും. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളും തലങ്ങളും എടുത്ത് ചിന്തിക്കുക. അപ്പോൾ അത് മനസ്സിലാവും. സാത്വികങ്ങളും രാജസികങ്ങളും താമസികങ്ങളുമായവയാൽ നമ്മൾ മോഹിക്കപ്പെട്ടിരിക്കുക. ഇതും ജഗത് സർവം, ഈ ജഗത്ത് മുഴുവൻ മോഹിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തേഭ്യഃ പരം ഏഭ്യഃ പരം, ഇവയ്ക്ക് ഉപരിയുള്ളതിനെ, അവ്യയമായതിനെ അറിയുന്നില്ലല്ലോ. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. വളരെ വിലപിടിപ്പുള്ള ധാന്യങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിന് പുറത്ത് എലികളെയും മറ്റ് കീടങ്ങളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി കുറച്ച് തട്ടുകളിലാക്കിയിട്ട് കുറച്ച് ധാന്യം വേറെ ചിലതൊക്കെ വയ്ക്കുക അത്രേ. അപ്പം ഇവരൊക്കെ ഇതിനെ ചുറ്റിക്കറങ്ങി ബോധം കെട്ട് അവിടെ കിടക്കും. അകത്തുള്ള ആ നിധിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇതാണ് നമുക്ക് പറ്റുന്നത്. നമ്മൾ സാത്വികങ്ങളിലും രാജസികങ്ങളിലും താമസികങ്ങളിലും കുടുങ്ങിപ്പോകും. അതിൽ നേരം പോക്ക് എന്താ ചോദിച്ചാൽ, താമസികത്തിൽ കുടുങ്ങിയവനേക്കാൾ കേമനാണ് ഞാനെന്ന് രാജസികം വിചാരിക്കും, രാജസികനേക്കാൾ കേമനാണ് ഞാനെന്ന് സാത്വികനും വിചാരിക്കും. നിന്നേക്കാൾ കേമൻ ഞാനാ. നീയൊന്നുമില്ലെങ്കിൽ ചാരായമൊക്കെ വെച്ചിട്ടാണ് പൂജിക്കുന്നത്, ഞാൻ പായസമാണല്ലോ നേദിക്കണേ. അപ്പം പായസപ്രിയനായ ഞാൻ ചാരായപ്രിയനായ നിന്നേക്കാൾ നല്ലതാണെന്ന് ഞാൻ അഭിമാനിക്കും. ഇതാണ് കുഴപ്പം. ഇത് അതാണ് ചിന്തിക്കുക. വലിയ പ്രശ്നമാണത്. പിന്നെ ഇതിൽ വേറൊരു നിരമ്പോക്ക് എന്താ വെച്ചാൽ, പലപ്പോഴും ഈ തമസിനെ നമ്മൾ സത്വമായിട്ടും വിചാരിക്കും. രജസ്സിനെ ആരും തെറ്റിദ്ധരിക്കാറില്ല. രജസ്സിനെ ആരും സത്വമായിട്ടോ തമസായിട്ടോ തെറ്റിദ്ധരിക്കാറില്ല. പക്ഷെ തമസിനെ നമ്മൾ സാത്വികമായിട്ട് തെറ്റിദ്ധരിക്കും. വളരെ സാത്വികനാട്ടോ, വളരെ ശാന്തനാണ്. ഇത് ശാന്തൻ കഴിവുകേടുകൊണ്ടാണ്, ബലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മളിപ്പുറത്ത് പറയും വളരെ സാത്വികനാ, മിടുക്കനാ.
ഈ 3 ഗുണങ്ങളാൽ മോഹിക്കപ്പെട്ടിട്ട് ഇവരാഴ്ച നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നുണ്ട്. അത്ര എളുപ്പമൊന്നും അല്ല ഇതിൻ്റെ മോഹാവരണത്തെ ഭേദിക്കുക എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നുണ്ട്. പക്ഷെ ഏതായാലും ഇപ്പത്രയും പറയാം, ഈ 3 ഗുണങ്ങളുടെ ഭാവങ്ങളാൽ ബദ്ധരായിട്ട് നമ്മൾ മോഹിക്കുകയാണ്. അതുകൊണ്ട് ഈ തളികയിൽ കിടന്ന് ഉഴറി ബോധം കെട്ട് ചത്തുപോകും. ചത്തില്ലെങ്കിലും ബോധം കെട്ട് കിടക്കും. അകത്തുള്ള നിധി ഒന്ന് എത്തി നോക്കാൻ പോലും സാധിക്കില്ല. എന്താ ഇപ്പം ഇതിനൊരു വഴിയുള്ളത്? അത് അടുത്ത ശ്ലോകത്തിൽ പറയും. അതിപ്പോൾ ചിന്തിച്ചാൽ പിന്നെ അടുത്ത പ്രാവശ്യം വേണ്ടല്ലോ. നമ്മൾ അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ശരി. ഓ